നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതും ഇടയ്ക്കിടയ്ക്ക് പല PSC പരീക്ഷകൾക്കും ആവർത്തിച്ചു വരുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിയമനങ്ങൾ അല്ലെങ്കിൽ പദവികൾ എന്നൊക്കെ പറയാം. 2023 അതുപോലെ തന്നെ 2024 തുടക്കത്തിലും നടന്നിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള നിയമനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് സംസ്ഥാന ഗവൺമെന്റിലാവട്ടെ കേന്ദ്ര ഗവൺമെന്റിലാവട്ടെ നമ്മുടെ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള പലതരത്തിലുള്ള നിയമനങ്ങളുമുണ്ട്. അതെല്ലാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സോട്ട് കിടക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ക്ലാസ്സോട്ട് കിടക്കാം. അപ്പോൾ പദവികൾ അല്ലെങ്കിൽ നിയമനങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? എക്സ്പെക്ട് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. എപ്പോഴൊക്കെ നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൽ മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ മാറിയിട്ടുണ്ടോ ആ സമയത്തൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം വൈസ് ചെയർമാൻ മാറിയ സമയത്ത് അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മറക്കാൻ പാടില്ല. നിതി ആയോഗിന്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതായത് CEO ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോക്കാം. ഓക്കെ, BVR സുബ്രഹ്മണ്യം. ആരാണ്? BVR സുബ്രഹ്മണ്യം. ആരാണ്? BVR സുബ്രഹ്മണ്യം. അറിഞ്ഞിരിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിതി ആയോഗ് എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അല്ലെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഈ അഡ്വൈസറി ബോഡിയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ആരായിരിക്കും? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. വൈസ് ചെയർമാൻ, ഇതിന്റെ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. കഴിഞ്ഞ വർഷം വൈസ് ചെയർമാൻ ന്യൂലി അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു. അത് ചോദ്യമായിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് സുമൻ ബറി. ആരാണ്? സുമൻ ബറി. സുമൻ ബറിയാണ് നിലവിലെ നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. എന്നാൽ നിലവിലെ CEO ആണ് BVR സുബ്രഹ്മണ്യം. ആരാണ്? BVR സുബ്രഹ്മണ്യം. മറക്കാൻ പാടില്ല. രണ്ടാമത്തെ ചോദ്യം. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇടക്കിടക്ക് അല്ലെങ്കിൽ എപ്പോഴൊക്കെ ചീഫ് ജസ്റ്റിസുമാർ മാറാറുണ്ടോ ആ സമയത്തൊക്കെ PSC ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണത്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാരെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഉത്തരം ജസ്റ്റിസ് ആശിഷ് J ദേശായി, അതായത് AJ ദേശായി കേട്ടോ. AJ ദേശായി അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ആശിഷ് J ദേശായി അങ്ങനെ ഫുൾ നെയിം ആയിട്ടും ചോദിക്കാം. മറക്കാൻ പാടില്ല. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് J ദേശായി. ഓക്കെ. 3. ഇന്ത്യയുടെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആണ്? അതായത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, CVC എന്ന് പറയും. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആണ്, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആണ്. ഉത്തരം എന്താണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. പ്രവീൺ കുമാർ ശ്രീവാസ്തവ. അപ്പോൾ ഇന്ത്യയുടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഇതും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ട് ആണ്. അറിയാലോ, ഇതൊരു നിയമനങ്ങൾ അല്ലെങ്കിൽ പദവികൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ടാവില്ല. നിലവിലെ ഈ തസ്തിക അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആരാണ്, ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് നോട്ട് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. അതൊരു കാരണവശാലും മറക്കാൻ പാടില്ല. അത് എഴുതിയെടുത്ത് പഠിക്കുക തന്നെ വേണം. നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. 1 മാർക്കിന് ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് ഇന്ത്യയുടെ നിലവിലുള്ള കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ. നെക്സ്റ്റ്, കേരള സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിതനായത് ആരാണ്? അപ്പോൾ കേരള സർക്കാരിന്റെ ലൈസൺ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാബിനറ്റ് റാങ്കോട് കൂടി ഒരു സർക്കാർ പ്രതിനിധിയെ ഡൽഹിയിൽ നിയമിക്കുകയുണ്ടായി. അങ്ങനെ നിയമിതനായത് KV തോമസ് ആണ് കേട്ടോ. മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു ഇദ്ദേഹം, കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് വിട്ട സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ KV തോമസിനെയാണെങ്കിൽ ഇത്തരത്തിലൊരു ഡെസിഗ്നേഷൻ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കുക കേട്ടോ. KV തോമസ്. ഓക്കെ. നെക്സ്റ്റ്, നേപ്പാളിന്റെ പ്രധാനമന്ത്രി. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇന്റർനാഷണൽ ഫാക്ട്, അതായത് അവർ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നിയമനം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണെന്ന്. ഓക്കെ, നേപ്പാളിന്റെ പ്രധാനമന്ത്രിയാണ്. അറിഞ്ഞിരിക്കാം. നിലവിലെ നേപ്പാളിന്റെ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹലാണ്. പുഷ്പ കമൽ ദഹലാണ്. ഓക്കെ, നേപ്പാളിന്റെ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹലാണ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആരാണ്? ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിലും റീസെന്റ് ഇലക്ഷൻ ഉണ്ടായിരുന്നു. അത്ര ജനാധിപത്യപരമായിട്ടുള്ള ഇലക്ഷൻ ഒന്നും ആയിരുന്നില്ല ബംഗ്ലാദേശിലേത്. എന്നിരുന്നാൽ പോലും നിലവിലെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. നിലവിലെ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയാണ്. വീണ്ടും ശ്രീലങ്കയിൽ വളരെ പെട്ടെന്ന് തന്നെ വൈകാതെ തന്നെ മറ്റൊരു ഭരണമാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ നിലവിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ
പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫീസർ ആകുന്ന ആദ്യ വനിത ആരാണ്? ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതും നാഷണൽ ലെവലുള്ള പരീക്ഷകൾക്കൊക്കെ കഴിഞ്ഞ വർഷം തന്നെ ചോദിച്ച ഒരു ചോദ്യം തന്നെയായിരുന്നു. അറിഞ്ഞിരിക്കുക, ജൂദ് അൽ ഹാർത്തി. എനിക്ക് തോന്നുന്നു നമ്മൾ ഏതോ ഒരു ഫാക്ട് ഡിസ്കസ് ചെയ്ത സമയത്ത്, ഏതോ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്ത സമയത്ത് ആ സമയത്ത് നമ്മൾ ജൂദ് അൽ ഹാർത്തിയെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും മനസ്സിലാക്കുക, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓഫീസർ ആകുന്ന ആദ്യത്തെ വനിതയാണ് ജൂദ് അൽ ഹാർത്തി എന്ന് മനസ്സിലാക്കണം. 7. യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം UNEP അല്ലെ, യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം UNEPയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിക്കൊണ്ട് വീണ്ടും നിയമിതരായത് ആരാണ്? ചോദ്യം ഇതാണ്, വീണ്ടും നിയമിതരായത് കേട്ടോ. അപ്പൊ ഇയാൾ തന്നെയായിരുന്നു. വീണ്ടും നിയമിതരായത് ആരാണ്? ഇംഗർ ആൻഡേഴ്സൺ. ആരാണ്? ഇംഗർ ആൻഡേഴ്സൺ, മറക്കാൻ പാടില്ല. അപ്പൊ UNEPയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിക്കൊണ്ട് വീണ്ടും നിയമിതരായ വ്യക്തിയാണ് ഇംഗർ ആൻഡേഴ്സൺ. ഓക്കെ, മനസ്സിലാക്കുക, ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ഈ UNEP എന്ന് പറയുന്നത്. 1972 ജൂണിലെ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവിയോൺമെന്റ്, ഇതാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവിയോൺമെന്റ് അഥവാ സ്റ്റോക്ക്ഹോം സമ്മിറ്റ് അല്ലെ, ആ സ്റ്റോക്ക്ഹോം ഉച്ചകോടിയുടെ ഫലമായിട്ടാണ് മൗറിസ് സ്ട്രോങ്ങിനാൽ ഈ സംഘടന സ്ഥാപിതമായത്. അപ്പോ ഈ സംഘടനയുടെ പ്രഥമ ഡയറക്ടർമാർ തന്നെയായിരുന്നു മൗറിസ് സ്ട്രോങ്. അപ്പൊ ഈ സംഘടനയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? മൗറിസ് സ്ട്രോങ്. ഏത് ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഫലമായിട്ടാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്? ഏതാണ്? സ്റ്റോക്ക്ഹോം ഉച്ചകോടി. അതിന്റെ പേരെന്തായിരുന്നു? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവിയോൺമെന്റ്. മനസ്സിലായല്ലോ? ഏത് വർഷം? 1972. ഇതിന്റെ ആദ്യത്തെ പ്രഥമ ഡയറക്ടർ ആരായിരുന്നു? മൗറിസ് സ്ട്രോങ്. നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ഇംഗർ ആൻഡേഴ്സൺ. ഓക്കെ, ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വർഷങ്ങൾ പുറത്തിറക്കുന്നത് UNEP ആണ്. കെനിയയിലെ നൈറോബിയിലാണ് UNEPയുടെ ആസ്ഥാനം എന്നും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്യുക. കെനിയയിലെ നൈറോബി. ഓക്കെ, നെക്സ്റ്റ്, യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാമിന്റെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? യെസ്, ഇംഗർ ആൻഡേഴ്സൺ. ഓക്കെ, ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2023 തുടങ്ങിയ സമയത്ത് ഒരാളായിരുന്നു പ്രധാനമന്ത്രി. ഓക്കെ, പിന്നീട് 2022 അവസാനത്തിൽ പ്രധാനമന്ത്രി മാറി. പിന്നീട് 2023 വീണ്ടും പ്രധാനമന്ത്രി മാറി. 2023 മാറി രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം. ഓക്കെ, ന്യൂസിലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റഫർ ലക്സൺ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 2023 നവംബർ മാസത്തിലാണ് ക്രിസ്റ്റഫർ ലക്സൺ ആണെങ്കിൽ ചാർജ് ഏറ്റെടുക്കുന്നത്. ക്രിസ്റ്റഫർ ലക്സൺ. അതിന് തൊട്ട് മുമ്പ് ഏറെക്കുറെ ഒരു 300 ദിവസങ്ങളോളം മറ്റൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഓക്കെ, ജസീന്ത ആർഡന് ശേഷം ഒരാൾ വരുന്നു, അതിനുശേഷം വീണ്ടും ആര് വരുന്നു, അതിനുശേഷം വന്നിരിക്കുന്ന വ്യക്തി ആരാണ്? ക്രിസ്റ്റഫർ ലക്സൺ. നിലവിലെ ന്യൂസിലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ക്രിസ്റ്റഫർ ലക്സൺ. ന്യൂസിലൻഡിന്റെ ക്യാപിറ്റൽ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, 2023 ജാനുവരിയിൽ ഏത് ബ്രിട്ടീഷ് ഇന്ത്യൻ രാജകുമാരിയുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് അവരുടെ വസതിക്ക് ബ്രിട്ടീഷ് സർക്കാർ നീലഫലകം നൽകി ആദരിക്കാൻ തീരുമാനിച്ചത്? ഓക്കെ, അറിഞ്ഞിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സോഫിയ ദിലീപ് സിംഗ്. ഓക്കെ, സിഖ് രാജാവായിരുന്ന ദിലീപ് സിംഗിന്റെ മകളാണ് സോഫിയ ദിലീപ് സിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അവരൊരു ബ്രിട്ടീഷ് ഇന്ത്യൻ രാജകുമാരിയായിരുന്നു. ഓക്കെ, അവരുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് അവരുടെ വസതിക്ക് ബ്രിട്ടീഷ് സർക്കാർ ആണെങ്കിൽ നീലഫലകം നൽകി ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചെന്ന് അറിഞ്ഞിരിക്കട്ടോ. സോഫിയ ദിലീപ് സിംഗ്. ഓക്കെ, 11. 2021 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി സ്ഥാപിതമായതിന്റെ 73ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ വംശജനായ സിംഗപ്പൂർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെ? അതായത് സിംഗപ്പൂരിന്റെ ചീഫ് ജസ്റ്റിസിനെ പഠിക്കാൻ പോവാണ്. പ്രത്യേകത എന്താണ്? അദ്ദേഹം ഇന്ത്യൻ ഒറിജിൻ ആണ്, ഇന്ത്യൻ വംശജനാണ്. മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ മറ്റൊരു ഫാക്ടർ പഠിച്ചു. 2023 സുപ്രീം കോടതിയുടെ എത്രാമത്തെ സ്ഥാപിത വർഷമാണ് നമ്മൾ ആഘോഷിച്ചത്? 73ാമത്തെ. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, ഉത്തരം സുന്ദരേഷ് മേനോൻ. ആരാണ്? സുന്ദരേഷ് മേനോനാണ് ഇന്ത്യൻ വംശജനായിട്ടുള്ള സിംഗപ്പൂർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, നെക്സ്റ്റ്, രാജ്യസഭയിൽ ഉപാധ്യക്ഷ പാനലിൽ അംഗമാകുന്ന ആദ്യ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമാരാണ്? വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണത്. മനസ്സിലാക്കുക, രാജ്യസഭയുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? രാജ്യസഭക്ക് ഒരു ചെയർമാൻ ഉണ്ട്. ആരാണ് ഈ ചെയർമാൻ എന്ന് പറയുന്നത്? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും സാധാരണഗതിയിൽ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണെങ്കിൽ ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട് അല്ലെ?
ഇവർ രണ്ടുപേരാണ് സാധാരണഗതിയിൽ സഭ നിയന്ത്രിക്കുന്നത്. ചെയർമാൻ ഇല്ലാത്ത സമയത്ത് ഡെപ്യൂട്ടി ചെയർമാൻ സഭ നിയന്ത്രിക്കും. ഇവർ രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് സഭ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനൽ ഉണ്ട്. ഈ പാനലിന്റെ പേരാണ് വൈസ് ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ പാനൽ എന്നറിയപ്പെടും. ഓക്കെ, വൈസ് ചെയർമാൻ പാനൽ എന്ന് പറയും. ഓക്കെ, ഈ വൈസ് ചെയർപേഴ്സൺ പാനലിലോട്ട് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യാണ് ചെയ്യാം. അക്കൂട്ടത്തിൽ ആ പാനലിൽ അംഗമായിരിക്കുന്ന ആദ്യത്തെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമാണ് പി.ടി. ഉഷ. ആരാണ്? പി.ടി. ഉഷ. നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, സ്പോർട്സ് മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് മുമ്പത്തെ വർഷമാണെങ്കിൽ പി.ടി. ഉഷയെ രാജ്യസഭയിലോട്ട് നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഓക്കെ, സാധാരണഗതിയിൽ ഇലക്ടഡ് മെമ്പേഴ്സ് ആണ് ഏതിൽ വരാറുള്ളത്? ഈ വൈസ് ചെയർപേഴ്സന്റെ ഈ ഒരു പാനലിൽ വരാറുള്ളത്, ഉപാധ്യക്ഷന്റെ പാനൽ വരാറുള്ളത്. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗം ഈ പാനലിൽ വരുന്നത്. അതാരാണ്? പി.ടി. ഉഷയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. പി.ടി. ഉഷയാണെന്ന് മനസ്സിലാക്കുക. അപ്പോ ആരാണ് രാജ്യസഭയുടെ വൈസ് ചെയർപേഴ്സൺ പാനലിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗം എന്ന് മനസ്സിലായി? ഓക്കെ, ഒരാൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, നിലവിലെ രാജ്യസഭയുടെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ആരാണ്? നിലവിലെ രാജ്യസഭയുടെ ചെയർമാനാണ് ജഗ്ദീപ് ധൻകർ, വിച്ച് മീൻസ് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അല്ലെ, നിലവിലെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് MP ആയിട്ടുള്ള ഹരിവൻഷ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ രണ്ടാം ഊഴമാണ് രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആയിക്കൊണ്ട്. മുമ്പും ഇദ്ദേഹം രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിട്ട് ആ ഒരു പദവി അലങ്കരിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാക്കാം. അപ്പോ ജഗ്ദീപ് ധൻകർ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഹരിവൻഷ് ആസ് ദി ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ലഡാക്കിന്റെ പുതിയ ലെഫ്റ്റനന്റ് ഗവർണർ ആരാണ്? അല്ലെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോവിഡിന് തൊട്ട് മുമ്പാണ് ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ ഇന്ത്യയിൽ ലഡാക്ക് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന 2 യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ ഫോം ചെയ്യുന്നത്. അല്ലെ, അപ്പൊ അന്ന് തൊട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണേഴ്സിന്റെ ഭരണമാണ്. അപ്പൊ ലഡാക്കിന്റെ പുതിയ ലെഫ്റ്റനന്റ് ഗവർണർ ആയിക്കൊണ്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ബി.ഡി. മിശ്ര. നമ്മൾ ഇത്തരത്തിൽ ലഡാക്കിന്റെ ലെഫ്റ്റനന്റ് ഗവർണറെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ മറ്റുള്ള യൂണിയൻ ടെറിട്ടറീസ്, ആ യൂണിയൻ ടെറിട്ടറീസിന്റെ ലെഫ്റ്റനന്റ് ഗവർണേഴ്സിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. മനസ്സിലാക്കുക. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ലഡാക്ക് രൂപീകരിച്ച സമയത്ത് ലഡാക്കിന്റെ ആദ്യത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിക്കൊണ്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരുന്നത് മുൻ വിവരാവകാശ കമ്മീഷണറായിരുന്ന R.K. മാത്തൂർ ആയിരുന്നു. രാധാകൃഷ്ണ മാത്തൂർ R.K. മാത്തൂർ. മനസ്സിലാക്കും. ലഡാക്കിന്റെ നിലവിലെ ലെഫ്റ്റനന്റ് ഗവർണറാണ് ബി.ഡി. മിശ്ര എങ്കിൽ ലഡാക്കിന്റെ ആദ്യത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു ആര്? രാധാകൃഷ്ണ മാത്തൂർ അഥവാ R.K. മാത്തൂർ. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കുക, ലഡാക്ക് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്? 9 ആണോ 8 ആണോ? എട്ടെണ്ണമാണ് അല്ലെ. ആ യൂണിയൻ ടെറിട്ടറീസിന്റെ ലെഫ്റ്റനന്റ് ഗവർണേഴ്സിനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് അന്തമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ഓക്കെ, അതിന്റെ നിലവിലുള്ള ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് അഡ്മിറൽ ഡി കെ ജോഷി അല്ലെ, നാവികസേനയുടെ മുൻ അധ്യക്ഷനായിരുന്നു. ഓക്കെ, തലവനായിരുന്നു അഡ്മിറൽ ഡി കെ ജോഷി. ഇനി ചണ്ഡീഗഡിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ അഡ്മിനിസ്ട്രേറ്റർ ആണ് ശ്രീ ബൻവാരിലാൽ പുരോഹിത്. ഒക്കെ, അതുപോലെ തന്നെ ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. അല്ലെ, ദാദ്ര നഗർ ഹവേലി വേറെയും ദാമൻ ആൻഡ് ദി വേറെയും ആയിരുന്നു. അതിന് 2020 എന്ത് ചെയ്തു? ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. ആ ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു എന്ന് പറയുന്ന ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ശ്രീ പ്രഫുൽ പട്ടേൽ. ഒക്കെ, ഡൽഹിയുടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ശ്രീ വിനയ് കുമാർ സക്സേന. ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിൽ വരുന്ന ഒരു പേരാണ് ശ്രീ വിനയ് കുമാർ സക്സേന. ജമ്മു ആൻഡ് കശ്മീർ, അതായത് ലഡാക്കിനെ കൂടെ തന്നെ ഫോം ചെയ്യപ്പെട്ട ജമ്മു കശ്മീർ, അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണറാണ് മനോജ് സിൻഹ. ഓർത്തിരുന്നോണെ, മനോജ് സിൻഹ. ഓക്കെ, ലക്ഷദ്വീപിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ ദാദ്ര നഗർ ഹവേലിയുടെ ചുമതലയുള്ള പ്രഫുൽ പട്ടേലിന് തന്നെയാണ് ലക്ഷദ്വീപിന്റെയും ചുമതല നൽകിയിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്ററാണ് അവിടുത്തെ പൊസിഷൻ. പുതുച്ചേരിയിലെ അഡീഷണൽ ചാർജ് ലെഫ്റ്റനന്റ് ഗവർണറുടെ ചാർജ് കൊടുത്തിരിക്കുന്ന ആർക്കാണ്? CP രാധാകൃഷ്ണൻ. ഇനി ലഡാക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ശ്രീ ബി.ഡി. മിശ്രയാണ്. ബ്രിഗേഡിയർ ബി.ഡി. മിശ്ര കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത്. ഒരു കാരണവശാലും മറക്കാൻ പാടില്ല, നോട്ട് ചെയ്തെടുക്കുക. ഇതിൽ എസ്പെഷ്യലി ലഡാക്കിൻ്റെത് പുതിയ നിയമനമാണ്, നോട്ട് ചെയ്തോണം. ലക്ഷദ്വീപ് നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോഴത്തെ ഡൽഹി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നമ്മൾ ഡൽഹി മേയറെയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? യെസ്, ഇത്തവണ പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണ്? ഡൽഹിയുടെ ആദ്യത്തെ വനിതാ മേയറാണ് ഈ വ്യക്തി. ഡൽഹിയുടെ ആദ്യത്തെ വനിതാ മേയർ.
2 ഡൽഹിയിലെ സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും കൂടെ മെർജ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു സിംഗിൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്കി മാറ്റിയിരുന്നു. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ ഇലക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മേയറും കൂടിയാണെന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ഇപ്പോഴത്തെ മേയർ, ആദ്യത്തെ വനിതാ മേയർ കൂടിയാണ്. അവരുടെ പേരാണ് ഷെല്ലി ഒബ്രോയ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇവരുടെ പേര് പത്രങ്ങളിലുണ്ടായിരുന്നു. ഓക്കെ, ആം ആദ്മിയുടെ ഷെല്ലി ഒബ്രോയ് ആണ് ഡൽഹിയുടെ ഇപ്പോഴത്തെ മേയർ കേട്ടോ, ഷെല്ലി ഒബ്രോയ്. ഓക്കെ, നെക്സ്റ്റ് 2024-27 കാലയളവിലേക്ക് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അതായത് ILO എന്ന് പറയുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? CAG ആയിട്ടുള്ള ഗിരീഷ് ചന്ദ്ര മുർമു അല്ലെ, ഗിരീഷ് ചന്ദ്ര മുർമു, GC മുർമു അഥവാ ഗിരീഷ് ചന്ദ്ര മുർമു. മറക്കാൻ പാടില്ല കേട്ടോ, ഗിരീഷ് ചന്ദ്ര മുർമു ILOയുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നാസയുടെ ശാസ്ത്ര മേധാവിയായി നിയമിതനായ ആദ്യ വനിത, ആരാണ്? അപ്പൊ വീണ്ടും ആദ്യ എന്നുള്ളൊരു ടേം വരുന്നു, വനിതയാണ്. ആരാണ് നോക്കാം. ഓക്കെ, നിക്കോള ഫോക്സ്. ആരാണ്? നിക്കോള ഫോക്സ് ആണ് നാസയുടെ ശാസ്ത്ര മേധാവിയായിട്ടുള്ള ആദ്യത്തെ വനിത കേട്ടോ, നിക്കോള ഫോക്സ്. ഓക്കെ, 19 ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ മേധാവി ആരാണ്? സിൻഡി മക്കീൻ. ആരാണ്? സിൻഡി മക്കീൻ. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ മേധാവിയാണ് സിൻഡി മക്കീൻ. മറക്കാൻ പാടില്ല, വേൾഡ് ഫുഡ് പ്രോഗ്രാം കേട്ടോ, വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഓക്കെ, വേൾഡ് ഫുഡ് പ്രോഗ്രാം രൂപീകരിക്കേണ്ട വർഷമാണ് 1961. ഓക്കെ, നെക്സ്റ്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അപ്പൊ കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഇലക്ഷൻ നടന്ന സമയത്ത് വലിയ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഓക്കെ, ചെറിയ മാർജിനിലാണ് മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി പരാജയപ്പെടുകയും മറ്റൊരു വ്യക്തി വിജയിക്കുകയും ചെയ്തത്. എന്തായാലും കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മാധവ് കൗശിക് കേട്ടോ, ഡോക്ടർ മാധവ് കൗശിക് ആണ് നിലവിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. മറക്കാൻ പാടില്ല, ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പോയിന്റ് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേട്ടോ, മറക്കരുത്. നെക്സ്റ്റ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റത് ആരാണ്? ഉത്തരം വി നാഗ്ദാസ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റത്. നെക്സ്റ്റ് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനായിട്ട് ചുമതലയേറ്റത് ആരാണ്? ഇത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒന്നാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്. കേരളത്തിന്റെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? ഓക്കെ, ബിശ്വാസ് മേത്ത അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടേം അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, അദ്ദേഹം റിട്ടയർ ആയ ഒരു ഇതിലോട്ടാണ് പുതിയ ആൾ വന്നിരിക്കുന്നത്. വി ഹരി നായർ ആണ് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആയിക്കൊണ്ട് ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. ആരാണ്? വി ഹരി നായർ. ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേട്ടോ, സെക്രട്ടേറിയറ്റിന് താഴെ വി ഹരി നായർ. ഓക്കെ, നെക്സ്റ്റ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. വളരെ 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 പ്രധാനപ്പെട്ടതാണ്, ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റൊന്നാണ് കേട്ടോ. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് കമന്റ് ചെയ്യാം. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യക്കടക്കം പ്രാതിനിധ്യമുള്ള ഒന്നാണ് ബ്രിക്സ്, പ്രാതിനിധ്യമുള്ള ഒന്നാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് നിയമിതനായത് ആരാണ്? വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മനസ്സിലാക്കുക. ദിൽമാ റൂസഫ് ആരാണ്? മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ആയിരുന്നു ദിൽമാ റൂസഫ്. ആരാണ്? മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ആണ് ദിൽമാ റൂസഫ്. ആ ദിൽമാ റൂസഫിനാണ് ബ്രിക്സിന്റെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ NDBയുടെ പ്രസിഡന്റ് ആയിക്കൊണ്ട് നിയമിതനായത്. ഈ NDBയുടെ ആസ്ഥാനം, ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ. ഓക്കെ, ചിന്താ ജെറോം മാറിയിരിക്കുന്നു. ചിന്താ ജെറോം മാറിയതിനു ശേഷം ആരാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷനായി വന്നിരിക്കുന്നത്? സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് ആര്? M ഷാജർ. ആരാണ്? M ഷാജർ ആണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് രാജ്യാന്തര തലത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്നാണ്. പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ. ഓക്കെ, അതിൽ നിയമിതനായ മുൻ മലയാളി സുപ്രീം കോടതി ജഡ്ജി ആരാണ്? പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ നിയമിതനായ മുൻ മലയാളി സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ഉത്തരം കെ രാധാകൃഷ്ണൻ. ആരാണ്? കെ രാധാകൃഷ്ണൻ. ഓക്കെ, നെക്സ്റ്റ് 2023 ഏപ്രിലിൽ
LICയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽപ്പെട്ട ഒന്നാണ് LIC എന്ന് പറയുന്നത്. ഓക്കെ, ഈ LICയുടെ ചെയർമാൻ ആയിക്കൊണ്ട് നിയമിതനായത് ആരാണ്? ഓക്കെ, സിദ്ധാർത്ഥ മൊഹന്തി. ആരാണ്? സിദ്ധാർത്ഥ മൊഹന്തി. മറക്കല്ലേ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സിദ്ധാർത്ഥ മൊഹന്തി. ഓക്കെ, നെക്സ്റ്റ് 2023 UPSC ചെയർമാൻ ഭരണഘടനാ സ്ഥാപനമാണ്. എത്രാമത്തെ ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ്? വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് UPSC? ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ്, ഏത് അനുച്ഛേദമാണ് UPSCയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യാം. UPSCയുടെ ചെയർമാനായിട്ട് ചുമതലയേറ്റിരിക്കുന്ന ആരാണ്? മനോജ് സോണി. ആരാണ്? മനോജ് സോണി. മറക്കാൻ പാടില്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു നിയമനമാണ് UPSC ചെയർപേഴ്സൺ കേട്ടോ. ഭരണഘടനാ സ്ഥാപനമാണ് UPSC. ഓക്കെ, നെക്സ്റ്റ് ലോകാരോഗ്യ സംഘടനയുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആരാണ്? ഓക്കെ, മനസ്സിലാക്കുക, ലോകാരോഗ്യ സംഘടന അല്ലെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും അതുപോലെ തന്നെ ആണെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെയും രണ്ടിന്റെയും എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യനാണ് ആര്? CAG ഗിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, ഗിരീഷ് ചന്ദ്ര മുർമു, GC മുർമു എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ CAG. ഓക്കെ, ഗിരീഷ് ചന്ദ്ര മുർമു. മറക്കാൻ പാടില്ല, ILOയുടെയും WHO എക്സ്റ്റേണൽ ഓഡിറ്റർ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു. നെക്സ്റ്റ്, ലോക ബാങ്കിന്റെ 14ാമത് പ്രസിഡന്റായി ചുമതലയേറ്റത് ആര്? ഈ ചോദ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനി വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും മറക്കാൻ പാടില്ല, വേൾഡ് ബാങ്ക്. ഈ വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് കമന്റ് ചെയ്യാം. ഈ വേൾഡ് ബാങ്കിന്റെ 14ാമത് പ്രസിഡന്റ് ആയിക്കൊണ്ട് ചുമതലയേറ്റത് ഒരു ഇന്ത്യൻ വംശജനാണ്, ഡേവിഡ് മാൽപസ് മാറി. അതിനുശേഷം ഈ സ്ഥാനത്തോട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ് അജയ് ബംഗ. ആരാണ്? അജയ് ബംഗ. മറക്കാൻ പാടില്ല, അജയ് ബംഗ കേട്ടോ. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആണ്. സിവിൽ സർവീസിന്റെ ഹെഡാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. കേരള ചീഫ് സെക്രട്ടറി ആരാണ്? വി വേണു ആണ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി കേട്ടോ. വി വേണു ആണ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. ഓക്കെ, കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവി DGP. ഓക്കെ, DGP ലോ ആൻഡ് ഓർഡർ കേട്ടോ. DGP ലോ ആൻഡ് ഓർഡർ. കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ ഇൻചാർജ് ഉള്ള പുതിയ DGP ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് മേധാവി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഓക്കെ, ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണ് കേരളത്തിന്റെ പുതിയ DGP. ഓക്കെ, നെക്സ്റ്റ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റേറ്റ് സ്വീപ്പ് ഐക്കൺ ഓഫ് കേരള ആയിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ സ്റ്റേറ്റ് സ്വീപ്പ് ഐക്കൺ ഓഫ് കേരള ആയിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ഗോപിനാഥ് മുതുകാട്. മജീഷ്യനായിരുന്നു ഇദ്ദേഹം. നിലവിൽ വൈകല്യമുള്ള കുട്ടികളുടെ, ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ പല തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു മേഖലയിലുള്ള പ്രവർത്തനം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റേറ്റ് സ്വീപ്പ് ഐക്കൺ ഓഫ് കേരള ആയിക്കൊണ്ട് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിക്കൊണ്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് പല ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എസ് മണികുമാർ ആണ് എന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ആണെന്നുള്ളത് പല കുട്ടികളും പഠിച്ചു വെച്ചിട്ടുണ്ട്. തെറ്റാണ്, ഓർത്തിരിക്കുക. എസ് മണികുമാറിനെ നിയമിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി. പ്രതിപക്ഷ നേതാവ് അതിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ നിയമനം നടന്നിട്ടില്ല. ഗവർണർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുകയുണ്ടായി. മനസ്സിലാക്കും. അപ്പം നിലവിൽ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഫുൾ ടൈം ചെയർപേഴ്സൺ ഇല്ല. അതിന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിക്കൊണ്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് കെ ബൈജുനാഥ്. ആരാണ്? കെ ബൈജുനാഥ്. അപ്പം എസ് മണികുമാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ അല്ല എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. യെസ്, കെ ബൈജുനാഥ് ആണ് ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സൺ. പുതിയ ചെയർപേഴ്സൺ വരുന്ന സമയത്ത് നമ്മളത് പഠിക്കുന്നതായിരിക്കും. അടുത്തിടെ ഏത് രാജ്യത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആയിട്ടാണ് സൈമൺ ഹാരിസ് തെരഞ്ഞെടുക്കപ്പെട്ടത്? 24ാമത്തെ വയസ്സിൽ ആ രാജ്യത്തിന്റെ പാർലമെന്റിൽ അംഗമാവുകയും 30ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവുകയും ചെയ്തു. ആരാണ് അദ്ദേഹം? സൈമൺ ഹാരിസ്. സൈമൺ ഹാരിസ് ഏതാ രാജ്യം? അയർലൻഡ്. സൈമൺ ഹാരിസ് ഏത് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്? അയർലൻഡ്. 35. നെക്സ്റ്റ്, സൈമൺ ഹാരിസ് പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ്
ഫിനഗെയിൽ പാർട്ടി, സൈമൺ ഹാരിസ് പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് ഫിനഗെയിൽ പാർട്ടി. അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ വംശജനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ലിയോ വരാദ്കർ കേട്ടോ. നെക്സ്റ്റ്, RBIയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിക്കൊണ്ട് നിയമിതനായ മലയാളി ആരാണ്? ഇതും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് RBI ആയിക്കൊണ്ട് നിയമിതനായിട്ടുള്ള മലയാളി ആരാണ്? ഉത്തരം പി വാസുദേവനാണ് RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിക്കൊണ്ട് നിയമിതനായത്. ഈ ലാസ്റ്റ് ചോദ്യം നോക്കാം. 2023 മാലിദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇദ്ദേഹം മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ആ ഒരു ബന്ധം ഏറെക്കുറെ ഇല്ലാണ്ടായിരിക്കുന്നത്. പലതരത്തിലുള്ള വിവാദങ്ങളും അതിനുശേഷം ഉണ്ടായിരുന്നു. അപ്പൊ 2023 മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് മൊയ്സു കേട്ടോ. മുഹമ്മദ് മൊയ്സു ടൂറിസം മേഖലയ്ക്ക് വലിയ രീതിയിൽ അടിയുണ്ടാകുന്ന തരത്തിലുള്ള പല തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഇന്ത്യക്കാർ മാലദ്വീപിനെ ബഹിഷ്കരിക്കുന്ന രീതിയിലോട്ട് വരെ എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും മനസ്സിലാക്കുക, മാലദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് ആണ് മുഹമ്മദ് മൊയ്സു. മാലദ്വീപിന്റെ ക്യാപിറ്റലാണ് മാലി. മെയിൽ എന്ന് എഴുതും, മാലി എന്ന് വായിക്കട്ടോ, മാലി. ഓക്കെ, മാലദ്വീപിന്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട നിയമനങ്ങളൊക്കെ. ഇനി 2024 കുറച്ച് പുതിയ നിയമനങ്ങളുണ്ട്, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ടോപ്പിക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ടോപ്പിക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്